ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തികൾക്കും എന്റെ വിനീതമായ നമസ്കാരം. മഹാകവി കുമാരനാശാന്റെ ശതാബ്ദി ആഘോഷമല്ല, ശതാബ്ദി ചരമശതാബ്ദി, 100ാം ചരമശതാബ്ദി ലോകമെങ്ങും ഉള്ള മലയാളികൾ കൊണ്ടാടുകയാണ്. അതിന്റെ ഭാഗമായാണ് ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. ആശാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആധുനിക കവിത്രയങ്ങളിൽ വളരെ ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വമാണ് ആശാൻ. അതായത് മഹാകാവ്യം എഴുതാതെ മഹാകവി പട്ടം ലഭിച്ചിട്ടുള്ള ഒരാളാണ് കുമാരനാശൻ. കുമാരനാശനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ കാലഘട്ടം എന്ന് പറയുന്നത് വെറും 51 വർഷം മാത്രമേ ആശാൻ ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നുള്ളൂ. വെറും 51 വർഷം. ഈ 51 വർഷം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിന് രണ്ടായി നമുക്ക് തിരിക്കാം. ഒന്ന്, ആദ്യഘട്ടം ഒരു 19 വർഷം, അതായത് ആശാന് 19 വയസ്സ്. അത് കഴിഞ്ഞാൽ പിന്നെ ഗുരുദേവനെ കണ്ടുമുട്ടുന്ന ആ കാലഘട്ടം 1891 മുതൽ 1924 വരെയുള്ള കാലഘട്ടം, മരണം വരെയുള്ള കാലഘട്ടം. നമുക്ക് ആദ്യ ഘട്ടം ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ 1873 ഏപ്രിൽ മാസം 12-ാം തീയതി ആശാൻ കായിക്കരയിൽ ജനിച്ചു. പെരുകുടി നാരായണന്റെയും കാളിയമ്മയുടെയും മകനായി 9 മക്കളിൽ രണ്ടാമനായിട്ടാണ് ആശാന്റെ ജനനം. ആശാൻ തന്റെ പ്രാഥമിക വിദ്യാഭ്യാസം തൊട്ടടുത്ത കുടിപ്പള്ളിക്കൂടത്തിൽ നടത്തി. ആ അവസരത്തിലാണ് അവിടെ ഒരു സർക്കാർ സ്കൂൾ വരുന്നത്. 1 തൊട്ട് 4 വരെ ആശാൻ ആ സ്കൂളിൽ പഠിക്കുകയും അന്ന് 4ാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ 1ാം ക്ലാസ്സിൽ അധ്യാപകനായി ജോലി ചെയ്യാമെന്നുള്ള ഒരു നിയമം ഉണ്ടായി. അങ്ങനെ ആശാൻ പഠിച്ച സ്കൂളിൽ തന്നെ അധ്യാപകനായി ജോലി ചെയ്തു. 1 വർഷം മാത്രമാണ് ആശാൻ അവിടെ ജോലി ചെയ്തത്. കാരണം ആശാന് 14 വയസ്സ് തികഞ്ഞിരുന്നില്ല. അക്കാലത്ത് 14 വയസ്സ് തികയണം സ്ഥിരം ജോലി ലഭിക്കാൻ. അങ്ങനെ സർക്കാർ ആശാനെ പിടിച്ചുകൊണ്ടു. അതിനുശേഷം കുമാരനാശാൻ ഒരു കണക്കപ്പിള്ളയുടെ ഉദ്യോഗം സ്വീകരിച്ചു. 1887 മുതൽ 89 വരെ 2 വർഷക്കാലം. ആശാന്റെ മൂത്ത സഹോദരൻ കൃഷ്ണൻ ഇതേ സമയം തന്നെ ഒരു കണക്കപ്പിള്ളയായി ജോലി ചെയ്യുകയായിരുന്നു. അങ്ങനെ ആശാൻ 2 വർഷം കണക്കപ്പിള്ള ഉദ്യോഗം നോക്കിയതിനു ശേഷം ആശാൻ ഉപരിപഠനം നടത്തണമെന്ന് കരുതി സംസ്കൃതത്തിൽ മണമൂർ ഗോവിന്ദനാശാന്റെ കീഴിൽ ഉപരിപഠനം നടത്തി. ഉപരിപഠനത്തിന് ശേഷമാണ് ആശാൻ പക്കം വേലായുധം നടയിൽ ഒരു കുടിപ്പള്ളിക്കൂടം തുടങ്ങുകയും ആ കുടിപ്പള്ളിക്കൂടത്തിൽ ജോലി ചെയ്യുന്നതോടൊപ്പം തന്നെ പക്കം വേലായുധം നടയിലെ ഒരു ശാന്തിക്കാരനായി മാറുകയും ചെയ്തു.
അപ്പൊ ശാന്തിയും ജോലിയും 1891 അവിടെ വെച്ചാണ് സാക്ഷാൽ ശ്രീനാരായണ ഗുരുദേവൻ നമ്മുടെ കുമാരനാശാനെ കാണുന്നത്. 1891 അന്ന് പലരും പറയുന്നത് പോലെയൊന്നുമല്ല. പല പുസ്തകങ്ങൾ പരിശോധിച്ചാൽ പല പല രീതിയിലൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. അന്ന് ആശാന് 19 വയസ്സുണ്ടായി. ശ്രീനാരായണ ഗുരുദേവൻ കുമാരനാശാനെ കാണുമ്പോൾ ആശാൻ 19 വയസ്സുള്ള കൗമാരക്കാരനാണ്. സംസ്കൃതത്തിൽ ആവശ്യം വേണ്ടുന്ന വിദ്യാഭ്യാസവും സംസ്കൃത ശ്ലോകങ്ങൾ എഴുതുകയും ചെയ്യുമായിരുന്നു ആശാൻ. കുമാരനാശാൻ സംസ്കൃത കാവ്യങ്ങൾ ഗുരുദേവനെ കാണുന്നതിന് മുമ്പ് തന്നെ സുജനാനന്ദിനിയിൽ പ്രസിദ്ധീകരിച്ചു. ആശാന് ജീവിതത്തിൽ ഒരു വഴിത്തിരിവുണ്ടായത് ശ്രീനാരായണ ഗുരുദേവനെ കണ്ടതിന് ശേഷമാണ്. സാഹിത്യ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീനാരായണ ഗുരുദേവൻ കാണുന്നതിന് മുമ്പ് ആശാൻ ഒരു ജമന്തി പുഷ്പമായിരുന്നുവെങ്കിൽ ഗുരുദേവനെ കണ്ടതിന് ശേഷം ഒരു പാരിജാത പുഷ്പമായി മാറി. ഒരു പാരിജാത പുഷ്പം. ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയത എല്ലാം തന്നെ ചിന്ന സ്വാമിയായിട്ടുള്ള കുമാരനാശാനെ പകർന്നു കൊടുത്തു ശ്രീനാരായണ ഗുരുദേവൻ. 1993 അരിവിപ്പുറത്ത് ഗുരുദേവനോടൊപ്പം താമസമാണ്. 1895 ഗുരുദേവൻ ആശാനെ കുട്ടി ബാംഗ്ലൂർക്ക് പോവുകയും ഡോക്ടർ പട്ടുവിനെ ആശാന്റെ ഉപരിപഠനത്തിനായി അവിടെ ഏൽപ്പിക്കുകയും ചെയ്തു. ബാംഗ്ലൂരിൽ ആശാനെ ഏൽപ്പിച്ചിട്ട് ഗുരുദേവൻ മടങ്ങുമ്പോൾ ആശാൻ പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. അത്രത്തോളം ഹൃദയ ബന്ധം അവർ തങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ആ പൊട്ടി കരച്ചിലിന്റെ അർത്ഥം. അതായിരിക്കാം പുസ്തകത്തിൽ ആശാൻ എഴുതിയത്. ആരായി അന്തത്തൊഴി ചാതിമാസിൻ നേരാം വഴികാട്ടൻ ഗുരുവല്ലോ പരദൈവം. ഈ വരികൾ ആശാൻ എഴുതാൻ കാരണം അത്രത്തോളം ഹൃദയബന്ധം. മാതാപിതാക്കൾക്ക് കൊടുക്കാത്ത അതിലേറെയുള്ള ബന്ധം ഗുരുദേവനുമായിട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കുമാരനാശാൻ ബാംഗ്ലൂരിലായിരുന്നപ്പോഴാണ് ആശാന്റെ പിതാവ് മരിക്കുന്നത്. അതുകൊണ്ട് ആശാന് പിതാവിനെ കാണാൻ കഴിഞ്ഞില്ല. ഇന്നത്തെ കാലഘട്ടം മുതലല്ല. എന്നാൽ മാതാവ് മരിക്കുമ്പോൾ ആശാൻ നാട്ടിലായിരുന്നു. മാതാവ് മസൂരി രോഗം ബാധിച്ചാണ് മരിച്ചത്. ഒരുപക്ഷെ പകർച്ചവ്യാധിയായിട്ടുള്ള മസൂരി രോഗം കാരണമാകാം ആശാന് മാതാവിനെ കാണാൻ കഴിഞ്ഞില്ല. നാട്ടിലാണെങ്കിലും കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. ആശാന്റെ കാവ്യ രചനയിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു, ഒരുപാട് ശ്ലോകങ്ങൾ ആശാൻ വളരെ ചെറുതിനെ തന്നെ എഴുതിയിരുന്നുവെന്ന്. എന്നാൽ ആധികാരികമായ ഒരു കവിത വരുന്നത് 1907 വീണപ്പൂവ് എന്ന് പറയുന്ന കാവ്യമാണ്. ആ വീണപ്പൂവ് അതിശ്രേഷ്ഠമായ ഒരു കൃതിയാണ്. ഒരു കാൽപ്പനിക കവിതയാണ്, റൊമാന്റിക് പോയമാണ്. ആ കവിത ആശാൻ എഴുതാൻ പ്രേരിപ്പിച്ചത് ഒരുപക്ഷെ ആംഗലേയ കവിയായിട്ടുള്ള ഷെല്ലി ആയിരിക്കാം. ഷെല്ലിയുടെ ഒരു കവിതയുണ്ട്. അതായത് the flower that smiles today, the flower that smiles today, tomorrow falls, tomorrow falls. All that we wish to state
away. അതായത് and flies away, not leave, and flies away. ഇതൊരു പക്ഷേ ആശാന് ഈ കവിത a flower that smiles today, ഇന്ന് ചിരിക്കും, ഓ നാളെയോ നാളെ വീണ്ടും, tomorrow falls. ഇതായിരിക്കാം ആശാന് വീണപ്പൂവ എന്ന് പറയുന്ന കൃതി എഴുതാൻ കാരണമായി തീർന്നത്. ആശാൻ ഒരുപാട് ഇംഗ്ലീഷ് സാഹിത്യം ഒരുപാട് കൈകാര്യം ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ ബുദ്ധചരിതം തന്നെ എഡ്വിൻ ആർണോൾഡിന്റെ കൃതിയുടെ പരിഭാഷയാണ് ബുദ്ധചരിതം. എഡ്വിൻ ആർണോൾഡിന്റെ കൃതിയുടെ പരിഭാഷയാണ് ആശാന്റെ ബുദ്ധചരിതം. അതുപോലെ ടെനിസന്റെ ഇൻ മെമ്മോറിയം എന്ന കവിത, ഷെല്ലിയുടെ അഡോണൈസ് എന്ന് പറയുന്ന കവിത, ഇതൊക്കെ നിങ്ങൾക്ക് വായിക്കാൻ കിട്ടും. അപ്പൊ ഷെല്ലിയും ടെനിസനെയും ഒക്കെ പഠിച്ചിട്ടാണ് ആശാൻ AR രാജരാജവർമ്മ മരിക്കുമ്പോൾ ഒരു വിലാപ കാവ്യമായ പ്രരോധനം എഴുതുന്നു. ഈ പ്രരോധനം തികച്ചും ഷെല്ലിയുടെ ഇൻ മെമ്മോറിയം എന്ന് പറയുന്ന കൃതിയാണ്. അതുപോലെ ടെനിസന്റെ കവിതകൾ വളരെ വ്യക്തമായിട്ടും സ്പഷ്ടമായിട്ടും പഠിച്ചതിന് ശേഷമാണ് ആശാൻ ഈ വിലാപ കാവ്യം AR രാജരാജവർമ്മ മരിക്കുമ്പോൾ ആ ചരമ ഇതിനെ പ്രമേയമാക്കിക്കൊണ്ട് ആ വിലാപ കാവ്യം എഴുതുന്നത്. ആശാന്റെ കവിതകൾ പരിശോധിച്ചു കഴിഞ്ഞാൽ വീണപ്പൂവ് എന്ന് പറയുന്നത് 41 ശ്ലോകങ്ങൾ അടങ്ങിയുള്ള ഒരു കൃതിയാണ്. അതെ, ആദ്യത്തെ ശ്ലോകം തന്നെ ആ പുഷ്പമേ അധിക തുങ്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നിരുന്നൊരു രാജകുമാരി രാജ്ഞി കണക്കെയും ശ്രീഭൂവിൽ അസ്ഥിര അസംശയം നിന്റെ ആ പൂതിയെന്ന് പുനരങ്ങ് ഇടപ്പി നോക്കാൻ ആ പുഷ്പമേ അധിക തൂക്ക പദത്തിലെത്ര ശോഭിച്ചിരുന്നൊരു രാജ്ഞി കണക്കെയും ശ്രീഭൂവിൽ അസ്ഥിര അസംശയം നിന്റെ ആ പൂതിയെന്ന് പുനരങ്ങ് ഇടപ്പി നോക്കാൻ. ഒരു പുഷ്പം താഴെ പതിച്ചു കിടക്കുന്ന ആ ഒരു അവസ്ഥ കണ്ടിട്ട് ആശാൻ എഴുതുന്നു. ഈ പുഷ്പം കിടക്കുന്ന താഴെ വീട് കിടക്കുന്ന ഈ അവസ്ഥ കണ്ടാൽ ഇതിലെ ഒരു ആത്മീയ അംശം എന്ന് പറയുന്നത് പ്രാപഞ്ചിക ജീവിതത്തെ കുറിച്ച് നാം ഒന്നും അറിയുന്നില്ല എന്നുള്ളതാണ്. പ്രാപഞ്ചിക ജീവിതത്തെ മനസ്സിലാക്കാതെ, മരണത്തെ നമ്മൾ കണക്കിലെടുക്കാതെ നാം എപ്പോഴും ചിന്തിക്കുന്നു. ഒരു കാരണവശാലും നമ്മൾ മരണത്തെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ആശാന്റെ ആത്മീയ അംശം വിട്ടു നിൽക്കുന്ന ഒരു കൃതിയാണ് വീണഭൂമം. ആ വീട് കിടക്കുന്ന പൂവിനെ കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ വരെ ശോഭിച്ചിരുന്ന ആ പുഷ്പം ഇതാ കിടക്കുന്നു. ഇതുപോലെയാണ് നമ്മുടെ പ്രാപഞ്ചിക ജീവിതവും എന്ന് ആശാൻ പറയുന്നു. ഈ വീണഭൂമം എന്ന് പറയുന്ന കൃതി ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത് മിതവാദി പത്രത്തിലായിരുന്നു. പൂർക്കോത്ത് കുമാരന്റെ മിതവാദി പത്രത്തിൽ ആദ്യമായി ഈ കൃതി പ്രസിദ്ധീകരിച്ചു. അതിനുശേഷം ഇത് നല്ലൊരു മുഖവര എഴുതി ശ്രീ CS നീലകണ്ഠം സുബ്രഹ്മണ്യൻ പോറ്റി നല്ലൊരു മുഖവര. ആ സുബ്രഹ്മണ്യൻ പോറ്റിയുടെ മുഖവരയിൽ പറയുന്നത് വീണപ്പൂവ് എന്ന് പറയുന്ന ഒരു കൃതി, ആ കൃതി എന്ന് പറയുന്നത് ആശാന്റെ യശസ് എന്നും നിലനിർത്തുമെന്നാണ്. മറ്റ് കൃതികൾ നശിച്ചു കഴിഞ്ഞിരുന്നാലും വീണപ്പൂവ് എന്ന് പറയുന്ന കൃതി എന്നും ആശാന്റെ യശസ് നിലനിർത്തും എന്നാണ് സുബ്രഹ്മണ്യൻ പോറ്റി, ശ്രീ CS സുബ്രഹ്മണ്യൻ പോറ്റി ഭാഷാഭൂഷണിയിൽ എഴുതിയത്. അങ്ങനെ സുബ്രഹ്മണ്യൻ പോറ്റിയുടെ മുഖവരയോടുകൂടി ഭാഷാഭൂഷണിയിൽ ഈ കൃതി പ്രസിദ്ധീകരിച്ചു. മഹാകവി ഉള്ളൂർ തന്റെ കേരള ഭാഷാ ചരിത്രത്തിൽ എഴുതിയത് ഈ കൃതി ഒരു ടേണിംഗ് പോയിന്റ് ആണ്, ഒരു വഴിത്തിരിവെന്ന മലയാള
സാഹിത്യത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്, ഒരു വഴിത്തിരിവാണ് ഈ കൃതി എന്നാണ്. അതുപോലെ കേരളമെന്ന വലിയ തമ്പുരാൻ ഈ കൃതി പദ്യ പാഠാവലി ഉൾപ്പെടുത്തി. അപ്പൊ അത്രത്തോളം ആത്മീയത ഉറ്റു നിൽക്കുന്ന ഒരു കൃതിയാണ് ഈ വീണപൂവ് എന്ന് പറയുന്നത്. അതായത് ശ്രീനാരായണ ഗുരുദേവന്റെ ആത്മീയതയുടെ എല്ലാം സ്വാംശീകരിച്ച് ആ സ്വാംശീകരണമാണ് വീണപൂവിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. അമ്മയുടെ ഇരുട്ടറയാകുന്ന ഗർഭപാത്രത്തിൽ നിന്ന് ആരംഭിച്ച് ഇരുട്ടാകുന്ന മരണത്തിലേക്ക് സഞ്ചരിക്കുന്നതാണ് ജീവിതം എന്ന് പറയുന്നത്. ഇരുട്ടിൽ തുടങ്ങി ഇരുട്ടിൽ അവസാനിക്കും, ഇരുട്ടിൽ തുടങ്ങി ഇരുട്ടിൽ അവസാനിക്കുന്നു. ആരെങ്കിലും ഏതെങ്കിലും സമയത്ത് ഇതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? അതാണ് വീണത്, അതാണ് ആശാൻ. അങ്ങനെയാണ് ചിന്ത സ്വാമിയാകുന്നത്. ആശാന്റെ വളരെ പ്രസിദ്ധമായ കൃതികൾ നിരവധിയുണ്ട്. സ്നേഹഗായകനാണ് ആശാൻ. നളിനി എടുത്തു കഴിഞ്ഞാൽ സ്നേഹത്തിന്റെ മൂർത്തിമ സംഗതികളിലേക്ക് വിരൽ ചൂടുന്ന ഒരു കൃതിയാണ് നളിനി. അതുപോലെ തന്നെ ലീല. നളിനി ദിവാകരനെ സ്നേഹിക്കുന്നു. ദിവാകരനും നന്ദിയും ഒന്നിച്ച് കളിച്ചു വളർന്നവരാണ്. യൗവനത്തിൽ തന്നെ ദിവാകരൻ സന്യാസം സ്വീകരിച്ച് നാട് വിടുന്നു. നളിനി വീട്ടുകാരുടെ നിർബന്ധത്തിനൊന്നും വഴങ്ങുന്നില്ല മറ്റു വിവാഹത്തിന്. അവളുടെ പ്രാണപ്രിയൻ എന്ന് പറയുന്നത് ദിവാകരനാണ്. ഒരു ദിവസം രാത്രി നളിനി ആ വീട് വിട്ട് ഇറങ്ങിപ്പോവുകയും ഒരു തടാകത്തിൽ ചാടി ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്യുന്നു. ഈ സമയം യാദൃച്ഛികമായി ഒരു യോഗിനി അവിടെ വരികയും നളിനിയെ ആ ഉദ്യമത്തിൽ നിന്ന് പിന്തിരിപ്പിച്ച് അവരുടെ ഹൈമമത ഭൂമിയിലുള്ള ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയും ചെയ്യുന്നു. നളിനി ആ ആശ്രമത്തിന്റെ വിവരണമെല്ലാം, ഹൈമമത ഭൂമിയിലുള്ള ആശ്രമത്തിന്റെ വിവരണം നമ്മൾ കേട്ടുകഴിഞ്ഞാൽ ഹിമാലയ സാഹിത്യത്തിൽ കൈലാസത്തിൽ വർണ്ണിക്കുന്ന കുമാരസംഭവത്തിൽ കാളിദാസൻ വിവരിക്കുന്ന തരത്തിലുള്ള വർണ്ണനയാണ് ആശാൻ കൊടുത്തിരിക്കുന്നത്. 5 വർഷം നളിനി അവിടെ യോഗാഭ്യാസം പഠിച്ച് അവിടെ താമസിക്കുന്നു. അത് കഴിയുമ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആശ്രമത്തിൽ തൊട്ടടുത്തുള്ള വനത്തിൽ ദിവാകരൻ പ്രത്യക്ഷപ്പെടുകയും നളിനി ഓടിച്ചെന്ന് അദ്ദേഹത്തിന്റെ കാൽക്കൽ വീഴുകയും താൻ നളിനിയാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്നാൽ ദിവാകരൻ നളിനിയെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. കാരണം ദിവാകരൻ വളരെ യൗവനത്തിലെ നാട് വിട്ട ആളാണ്. നളിനി പറയുന്നു, ഞാൻ നളിനിയാണ്, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, എനിക്ക് മുന്നോട്ട് പോകാൻ ഇനി കഴിയില്ല, ഈ ജീവിതഭാരം എനിക്ക് ചുമക്കാൻ കഴിയില്ല, ഞാൻ അങ്ങയുടേതാണ്, അങ്ങും എന്റെ കൂടെ വരണം, അങ്ങില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ കഴിയില്ല, അങ്ങാണ് എന്റെ സർവസ്വവും. പക്ഷേ ദിവാകരൻ ലോക തത്വങ്ങൾ പറഞ്ഞ് അവരുടെ മനസ്സിനെ ഒന്ന് തണുപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പക്ഷേ അവളുടെ മനസ്സ് തണുക്കുന്നില്ല. അവളുടെ കൊടിയ പ്രേമം അവൾ പല വാക്കുകളിൽ ദിവാകരനെ പ്രേരിപ്പിച്ചുകൊണ്ടേയിരുന്നു. അവസാനം ഈ ലോക തത്വങ്ങൾക്ക് അവൾ കീഴ്പ്പെടുകയും അവളുടെ മനസ്സൊന്ന് ശാന്തമാകുകയും ചെയ്യുമ്പോൾ ആശാൻ അവിടെ എഴുതുന്നു, അവളുടെ മനസ്സ് ശാന്തമായി ആ പ്രാണൻ ആ ബാഹ്യ ശരീരത്തിൽ നിന്നും വിട്ട് ബ്രഹ്മത്തിലേക്ക് ഒരു മിന്നൽ പിണർ പോലെ ഒരു ജ്യോതിസായി മാറുന്നു എന്നാണ് ആശാൻ എഴുതിയിരിക്കുന്നത്.
മിന്നൽ പോലെ ജ്യോതിസായി മാറുന്നു. ഇതിലവിടെ ഒരു നല്ലൊരു ഉപമയുണ്ട്. ആശാൻ മാത്രമേ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഉപമ പ്രയോഗിക്കാൻ കഴിയും. ഇന്നും ആരും ആ ഉപമ എന്ന് പ്രയോഗിക്കില്ല. എങ്ങനെ? കാറ്റത്ത് പതാക പാറിക്കളിക്കും കൊടി. കൊടി പാറിക്കളിക്കും കാറ്റത്ത്. കാറ്റൊന്ന് ശമിച്ചാലോ പതാക ചുരുങ്ങും. ചുരുങ്ങിയാൽ എന്ത് ചെയ്യും? ആ പതാക കൊടിമരത്തോട് ഒട്ടി നിൽക്കും. അപാരമായ ഉപമ. അതുപോലെ പ്രാണൻ വെടിഞ്ഞ നളിനി ദിവാകരന്റെ ശരീരം മാറ് ചരമശയ്യയാക്കി വീഴുകയാണ്. എത്ര മനോഹരമാണ് ആശാന്റെ ആ ഉപമാനം. കൊടിമരത്തോട് ഒട്ടി നിൽക്കുന്നത് പോലെ പ്രാണൻ വെടിഞ്ഞ ശരീരം, നന്ദിയുടെ ശരീരം ദിവാകരന്റെ മാറിൽ ഒട്ടിച്ചേർന്നു എന്നാണ് ആശാൻ എഴുതിയിരിക്കുന്നത്. വളരെ ദുഃഖപൂർണമായ ഒരു അവസ്ഥ. പക്ഷേ ആ സ്നേഹത്തിന്റെ പരിസമാപ്തി നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് ആശാൻ ഒരു സ്നേഹ ഗായകൻ എന്ന് പറയാൻ കാരണം. ഇതുപോലെ തന്നെയാണ് ലീലയെടുത്താൽ. ഉദയപുരത്ത് ഒരു വലിയ പണക്കാരന്റെ മകളാണ് ലീല. അർത്ഥവാലൻ എന്ന് പറയുന്ന ഒരു വലിയ പണക്കാരൻ വ്യാപാരി. അർത്ഥവാലന്റെ ഏക മകളാണ് ലീല. ലീല മദനെ സ്നേഹിക്കുന്നു. പക്ഷേ ആ സ്നേഹമൊന്നും അർത്ഥവാലനിൽ ഒരു ചലനം പോലും ഉണ്ടാക്കുന്നില്ല. അർത്ഥവാലൻ മറ്റൊരു വ്യാപാരിയുടെ മകന് ലീലയെ കല്യാണം കഴിച്ചു കൊടുത്തു. ലീല ഭർത്താവിനോടൊപ്പം ആ നാട്ടിൽ നിന്ന് പോകുന്നു. നിരാശനായ മദനൻ നമ്മുടെ ദിവാകരൻ നാട് വിട്ടതുപോലെ നാട് വിടുകയാണ്. ഒരു വർഷം ലീല ഭർത്താവുമൊത്ത് കഴിയുന്നു. ആശാൻ എഴുതുന്നു, ഭർത്താവുമൊത്ത് കഴിയുമ്പോൾ അവൾ അവളുടെ ശരീരം മാത്രമാണ് ഭർത്താവിന് നൽകിയത്. അവളുടെ മനസ്സ് ഒരു കാരണവശാലും മദന് നൽകിയിട്ടില്ല എന്നാണ് ലീലയുടെ ആശാൻ പറയുന്നത്. അതായത് ലീലയെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും മദനൻ മദനൻ എന്നുള്ള വിചാരം മാത്രമാണ് ആ മനസ്സിൽ ഉണ്ടായിരുന്നത്. ഒരു വർഷം കഴിയുമ്പോൾ ഭർത്താവ് മരിക്കുന്നു. ഭർത്താവ് മരിച്ച ഉടനെ തന്നെ ലീല നാട്ടിലേക്ക് മടങ്ങുന്നു. നാട്ടിലെത്തിയപ്പോഴാണ് അറിയുന്നത് അച്ഛൻ മരിച്ചിരിക്കുന്നു. അച്ഛന്റെ ചിതയിൽ ചാടി സതിയടിച്ചിരിക്കുന്നു അമ്മ. പണക്കാരിയായ ലീലയെ കല്യാണം കഴിക്കാൻ ഒരുപാട് ഭൈമീകാന്തന്മാർ ഉണ്ടായിരുന്നു. പക്ഷേ എപ്പോഴും മദനെ കുറിച്ചുള്ള വിചാരം മാത്രമാണ് ലീലയിൽ ഉണ്ടായിരുന്നത്. ലീല തന്റെ ഉറ്റ തോഴിയായിട്ടുള്ള മാധവിയോട് പറയുന്നു, മാധവി, നീ മദനെ ഒന്ന് തിരക്കുമോ, കണ്ടുപിടിക്കുമോ? മാധവി മദനെ അന്വേഷിച്ചിറങ്ങുന്നു. വിന്ധ്യവനത്തിൽ ബുദ്ധിഭ്രമം സംഭവിച്ച് ലീലേ ലീലേ എന്ന് വിളിച്ചുകൊണ്ട് അലഞ്ഞു തിരികെയാണ് മദനിൽ നിന്ന് മാധവി മനസ്സിലാക്കുന്നു. ഈ വിവരം മാധവി ലീലയോട് പറയുന്നു. എന്നിട്ട് മദനൻ പറയുന്നത്, മാധവി പറയുന്നത്, ഈ മദനെ മറക്കുക. മദനൻ ഇപ്പോൾ ബുദ്ധിഭ്രംശം വന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരുവനാണ്. അതുകൊണ്ട് ലീലേ, നീ മദനെ മറക്കുക എന്നാണ് മാധവി ലീലയോട് പറയുന്നത്. എന്നാൽ ലീല മദനെ മറക്കാൻ ഒരുക്കമായിരുന്നില്ല. അവൾ തോഴന്മാരോടൊത്ത് ആ വനത്തിലേക്ക് പോകുന്നു. അവർ അവസാനം ചെമ്പകക്കാട്ടിലെത്തുകയും ചെമ്പകത്തിന്റെ ഗന്ധം അവിടെ ആകെ പരക്കുകയും ചെയ്യുമ്പോൾ
ലീലയ്ക്ക് ഒരു ഉൾവിളി ഉണ്ടാകുന്നു. മദനൻ ഈ പരിസരത്ത് എവിടെയോ ഉണ്ട്. അവൾ തന്റെ തോഴിമാരോട് പറയും, തോഴിമാരെ, എന്നെ ഒരു നവവധുവിനെ പോലെ നിങ്ങൾ അണിയിച്ചൊരുക്കൂ. തോഴിമാർ അവളെ ഒരു നവവധുവിനെ പോലെ അണിയിച്ചൊരുക്കി. അവൾ ഒരു പാടപ്പുറത്തിരിക്കുമ്പോൾ ഒരു നിഴൽ അവളെ പ്രത്യക്ഷപ്പെടുന്നു. അത് മദനായിരുന്നു. ലീല ഓടിച്ചെന്ന് മദന്റെ കാൽക്കൽ വീഴുന്നു. എന്നിട്ട് എണീറ്റ് അവനെ ആലിംഗനം ചെയ്യുന്നു. ഒരു നിമിഷം മദനൻ അവളുടെ ചുംബനം അർപ്പിക്കുന്നു. എന്നിട്ട് പെട്ടെന്ന് ഞെട്ടിമാറി എന്തോ കണ്ട് പേടിച്ചതുപോലെ അവൻ ഓടുകയാണ്. ലീല പുറകെയും അവൻ ഓടി രേവാ നദിയിലേക്ക് എടുത്തിയാളുന്നു. ഒട്ടും ആവാദിക്കാതെ ലീലയും പുറകെ കാണുന്നു. ഇത് കണ്ട് സ്തബ്ധയായി നിൽക്കുന്നു മാധവി. ഇതും വളരെ ദുഃഖ പര്യവസാനമായിട്ടുള്ള ഒരു കവിതയാണ്. ആശാന്റെ നദിയും ലീലയും ഒരുപോലെ നമുക്ക് ദുഃഖം പകരുന്ന കവിതകളാണ്. ആശാന്റെ നായികമാർ എങ്ങനെയാണ് ആ ദുഃഖത്തിന് സ്നേഹത്തിന് വേണ്ടി മരിക്കുന്നു എന്നുള്ളതാണ്. ആശാന്റെ വളരെ സാമൂഹികമായ ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു കവിതയാണ് ദുരവസ്ഥ. ആശാന്റെ കവിതകളിൽ ഏറ്റവും ദൈർഘ്യമേറിയ കവിത എന്ന് പറയുന്നത് ദുരവസ്ഥയാണ്. 1700 വരികളാണ് ദുരവസ്ഥയിലുള്ളത്. ആ 1700 വരികളിൽ ഏകദേശം 162 വരികൾ ഇസ്ലാം മത തീവ്രവാദികൾക്കെതിരായിരുന്നു. ഇസ്ലാം മതത്തിനല്ല, ഇസ്ലാം മത തീവ്രവാദികൾക്ക് എതിരായിട്ടാണ് ആശാൻ എഴുതിയത്. 1921 മാപ്പിള ലഹള അത് കഴിഞ്ഞതിന് ശേഷം ആശാൻ മലബാർ സന്ദർശിക്കുന്നു. ശ്രീനാരായണ ഗുരുവിന്റെ അഭീഷ്ട പ്രകാരമാണ് ആശാൻ മലബാർ സന്ദർശിക്കുന്നത്. ആശാൻ അവിടുത്തെ ലഹളയിൽ പങ്കെടുത്ത പലരെയും കാണുന്നു. ലഹള നടന്ന വീടുകൾ സന്ദർശിക്കുന്നു. അപമാനത്തിന് ഇരയായ ആൾക്കാരെ സന്ദർശിക്കുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ആശാൻ ദുരവസ്ഥ എന്ന് പറയുന്ന കൃതി എഴുതുന്നത്. ആ ദുരവസ്ഥയിൽ അപമാനത്താൽ ഭയന്ന് എല്ലാം നഷ്ടപ്പെട്ട് വീട്ടുകാരെ നഷ്ടപ്പെട്ട് ഓടുന്ന ഒരു നമ്പൂതിരി കുട്ടി സാവിത്രി അന്തർജനം. അവൻ ചാത്തന്റെ കുരിലിൽ അഭയം പ്രാപിക്കുന്നു. ചാത്തൻ അവൾക്ക് അഭയം കൊടുക്കുന്നു. അവിടെ ആശാൻ ചോദിക്കുന്നു, ചാത്തന്റെ കൈപിടിച്ച് സഹശയനത്തിനായി സാവിത്രി അന്തർജനത്തിന് പോകാൻ ഏത് സനാതന ധർമ്മമാണ് വിഘാതമായി നിൽക്കുന്നത്? ഏത് ഹൈന്ദവ ധർമ്മമാണ് വിഘാതമായി നിൽക്കുന്നത്? എന്റെ അവർക്ക് ഭാര്യ ഭർത്താക്കന്മാരായി കൂടെ? അവർക്ക് അങ്ങനെ കഴിഞ്ഞുകൂടെ? അവർക്ക് ഒന്നിച്ച് കിടക്കാൻ പാടില്ലേ? ആശാൻ വളരെ ശക്തിയുക്തം ചോദിക്കുന്നു. ദുരവസ്ഥ ഒരു കോളിളക്കം സൃഷ്ടിച്ച ഒരു കൃതിയാണ്. അതിന്റെ കോപ്പികൾ പലതും തന്നെ ഇസ്ലാം മത തീവ്രവാദികൾ വാങ്ങി കത്തിക്കുകയും അതുപോലെ തന്നെ സാവിത്രി അന്തർജനം അവളുടനായ ചാത്തനെ കല്യാണം കഴിച്ചതുകൊണ്ട് ഹൈന്ദവ സവർണം പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. രണ്ട് ഭാഗത്തു നിന്നും ആശാന് സമ്മർദ്ദമുണ്ടായി. ആ കവിതയിലെ ഒറ്റ വരി പോലും മാറ്റി എഴുതാൻ ആശാൻ തയ്യാറായില്ല. ആശാൻ മാപ്പ് പറഞ്ഞില്ല. ആശാൻ മാപ്പ് ചോദിക്കണം. ആശാൻ മാപ്പ് പറഞ്ഞില്ല.
1921 ആ മാപ്പിള ലഹള ഒപ്പിയെടുത്ത ഒരു കൃതിയാണ് ദുരവസ്ഥ. മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റുമതികളെ നിങ്ങളെത്താൻ. സാമൂഹ്യ വിപ്ലവത്തിന് ഏറ്റവും നല്ല കവിത എന്ന് പറയുന്നത്, ഇതുവരേക്കും അങ്ങനെ ഒരു കവിത ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടായിട്ടില്ല. 100 വർഷം കടന്നു പോയിട്ടും 1922 ഈ കവിത പ്രസിദ്ധീകരിക്കുന്നത്. 24 ആശാൻ മരിക്കുന്നു. 100 വർഷം കടന്നു പോയിട്ടും ആ സാമൂഹ്യ പ്രസക്തിക്കുള്ള ആ ഒരു പങ്ക് അത് ഇന്നും യാതൊരു തരത്തിലും ഒരു വ്യത്യാസവും കൂടാതെ നിൽക്കുകയാണ്. അത്ര ശക്തമായ ഒരു കവിതയാണ് ആശാന്റെ ദുരവസ്ഥ. ആശാൻ ഇവിടെ പറഞ്ഞു, SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി ആകാൻ കാരണം ശ്രീനാരായണ ഗുരുവിന്റെ സ്നേഹ ശിഷ്യനും ചിന്നസ്വാമി എന്ന പേരിൽ അറിയപ്പെടുന്ന ആശാൻ, അത് കൂടാതെ ഡോക്ടർ പട്ടുവിന്റെ സ്നേഹഭാജനവും. അതുകൊണ്ട് ആശാൻ ജനറൽ സെക്രട്ടറി ആയി 1903. 16 വർഷക്കാലത്തോളം ആശാൻ SNDP യൂണിയന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അക്കാലത്ത് ആശാൻ ഒരുപാട് അപവാദങ്ങൾ, കുപ്രചരണങ്ങൾ, ആശാനെ കുറിച്ച് മോശമായി സംസാരിക്കുന്ന ഒരുപാട് പേർ, ആശാനെ തെറി വിളിക്കുന്ന ഒരുപാട് പേർ, അവർ ആശാനെ പലതും പറഞ്ഞു. പക്ഷെ ആശാൻ ഒന്നും ശ്രദ്ധിച്ചില്ല, ഒന്നും കേട്ടില്ല. ആശാനെ അവർ വിളിച്ച തെറികളും ആശാനെ അവമാനപ്പെടുത്താൻ ശ്രമിച്ച വാക്കുകളും ഒരു കുയിലിനെ കൊണ്ട് ആശാൻ ഏറ്റുപറയുകയും. അതാണ് ഗ്രാമവൃക്ഷത്തിലെ കുയിൽ എന്ന് പറയുന്ന കാവ്യം. ഒരു കുയിലിനെ കൊണ്ട് തന്നെ വിളിച്ച തെറികളും തന്നെ വിളിച്ച അപമാനവും തനിക്കുണ്ടായ അപമാനവും ഒക്കെ ആശാൻ ഒരു കുയിലിനോട് പറയുകയും എതിരൊലി കുയിൽ വിടുകയാണ്, ഏറ്റു പറയുകയാണ്. ഗ്രാമവൃക്ഷത്തിലെ കുയിൽ, അതിൽ കുയിൽ എന്ന് പറയുന്നത് സാക്ഷാൽ കുമാരനാശാനാണ്. അതുപോലെ ഈഴവർ അവർ അനുഭവിക്കുന്ന പീഡനങ്ങൾ, ആ പീഡനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായ വൃത്തികെട്ട പീഡനങ്ങൾ. ആ പീഡനങ്ങൾക്ക് എന്നാണ് ഒരു ശാശ്വതമായ അന്ത്യമുണ്ടാകുന്നത് എന്ന് ഒരു കുട്ടി, ഒരു തീയ കുട്ടി വിചാരിക്കുന്നു. അതാണ് തീയ കുട്ടിയുടെ വിചാരം. SNDP യോഗമാണ് ഇതിനെല്ലാം പരിഹാര മാർഗം എന്ന് ആ കുട്ടി വിചാരിക്കുന്നു. SNDP യോഗം ഇതിനെല്ലാം ഒരു പരിഹാരം ഉണ്ടാക്കുമെന്ന് ആ തീയ കുട്ടി വിചാരിക്കുന്നു. അതാണ് തീയ കുട്ടിയുടെ വിചാരം എന്ന് പറയുന്ന ഒരു കൃതി. ഇങ്ങനെ സാമൂഹിക മാറ്റത്തിന് വേണ്ടി കവിതകൾ എഴുതി സമൂഹത്തെ ആകെ ഇളക്കി മറിച്ച ഒരു കവിയാണ് കുമാരനാശാൻ. ആശാനെ കുറിച്ച് ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ആശാന്റെ സീതയെ കുറിച്ച് 2 വാക്ക് പറഞ്ഞിട്ട് മാത്രമേ ഞാൻ പോകുന്നുള്ളൂ. ആശാന്റെ സീത പാട്ടിയുടെ സീതയല്ല. ആശാന്റെ ചിന്താവസ്ഥയായ സീത സ്വതന്ത്രയായി ചിന്തിക്കുകയും സ്വതന്ത്ര വ്യക്തിത്വവുമുള്ള ഒരു സ്ത്രീയാണ്. പാട്ടിയുടെ സീത ശിംശിമാവൃക്ഷ ചുവട്ടിൽ ഇരുന്ന് കരഞ്ഞ് രാമനെ എപ്പോ വരും, തന്നെ ലങ്കയിൽ നിന്ന് എങ്ങനെ രക്ഷിക്കുമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സീതയല്ല ആശാന്റെ സീത. പാട്ടിയോടത്ത് അയോധ്യയിൽ അശ്വമേധ യാഗത്തിന് പങ്കെടുക്കാൻ പോയ ലവനും കുശനും ആ സമയത്ത് സീത ഉടയാന്തവാടിയിൽ ഇരുന്ന് ചിന്തിക്കുന്നു.
ഉടയാന്തവാടിയിൽ ചിന്തിക്കുന്ന സീത എന്താണ് ചിന്തിക്കുന്നത്? സീത ചിന്തിക്കുന്നു, ഈ രാമൻ വലിയ ഭരണാധികാരി, ഈ രാമൻ വലിയ ധൈര്യശാലി, ഈ രാമൻ എല്ലാത്തിന്റെയും ഗുണവാൻ. ഇതൊക്കെ ആരാണ് പറയുന്നത്? രാമനെ ശരിക്ക് മനസ്സിലാക്കിയിട്ടുള്ളവർ ഇതൊന്നും പറയില്ല. രാമന്റെ ഭാര്യയായിരുന്ന തനിക്ക് എന്തെല്ലാം അപവാദങ്ങളാണ്, എന്തെല്ലാം പ്രയാസങ്ങളാണ് ഈ രാമൻ വരുത്തി വെച്ചത്. സീതയുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം സ്വഇച്ഛ പ്രകാരമല്ല, സ്വന്തം ആഗ്രഹ പ്രകാരമല്ല, പിന്നെയോ എല്ലാം യാദൃച്ഛികമായി. സീതയുടെ ജനനം തന്നെ യാദൃച്ഛികമാണ്. ഉഴുവചാലിൽ നിന്നുള്ള ജനനം. അത് കഴിഞ്ഞാൽ ശാപം മുറിച്ച് സീതയെ വരവേൽക്കുന്നു രാമൻ. എന്നിട്ട് അവളെ മിഥിലയിൽ നിന്നും അയോധ്യയിലേക്ക് കൊണ്ടുപോയതിനു ശേഷമോ രാജാവായി അഭിഷേകം ചെയ്ത് ജീവിക്കാൻ രാമന് കഴിഞ്ഞില്ല. രാമൻ അവളുമായി വനവാസത്തിലേക്ക് പോകുന്നു. വനവാസത്തിലേക്ക് പോയ സീത എന്ത് ചെയ്യുന്നു? രാവണൻ ലങ്കയിലേക്ക് തട്ടിക്കൊണ്ടുപോകും. അത് കഴിഞ്ഞിട്ടോ രാവണ യുദ്ധം കഴിഞ്ഞ് സീതയെ വീണ്ടെടുക്കുമ്പോൾ അവളെ അഗ്നിസാക്ഷിയാക്കി ശുദ്ധീകരിച്ച് പാതിവൃത്തം തെളിയിക്കുന്നു. ഇത്ര നാണം കെട്ട ഇടപാട്, ഇത്ര നാണം കെട്ട പ്രവൃത്തി ഏത് രാജാവിൽ നിന്നാണ്? നീതിമാനായ, സത്യസന്ധനായ, ധൈര്യവാനായ ഈ രാമനാണോ? ഏത് രാജാവിൽ നിന്നാണ് ഇത്തരം പ്രവൃത്തികൾ ഉണ്ടാകുന്നത്? സീത ചിന്തിക്കുന്നു. സീതയുടെ ഹൃദയത്തിൽ വിഷാദമല്ല, വികാരമല്ല, പിന്നെയോ വിചാരമാണ്. ഏതൊരു സ്ത്രീയാണോ സ്വതന്ത്രമായി വിചാരിക്കുന്നത്, അവൾ നിലവിലിരിക്കുന്ന വ്യവസ്ഥിതിക്ക് എതിരെ വിരൽ ചൂണ്ടുന്നു എന്നുള്ളതാണ്. സീത വിചാരിക്കുമ്പോൾ നിലവിലുള്ള വ്യവസ്ഥയ്ക്കെതിരായിട്ട് വിരൽ ചൂണ്ടുന്നു. ആശാന്റെ സീത. നേരെ മറിച്ച് വാൽമീകിയുടെ സീതയോ പഞ്ചപാവം, ഭർത്താവിന്റെ അടിമ, എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന, പാതിവൃത്യം എന്ന് പറയുന്ന പേരൊക്കെ വെച്ച് കെട്ടി അങ്ങനെ കൊണ്ടു നടക്കുന്ന ഒരു സീത. ആ സീത അല്ല ആശാന്റെ സീത. കരുത്തുറ്റ, തീരുമാനങ്ങൾ എടുക്കാൻ ശക്തിയുള്ള, എന്ത് വന്നാലും നേരിടാൻ കഴിവുള്ള ഒരു സീത. നാരദൻ പത്നിയോട് ചോദിക്കുന്നു, മഹർഷേ, ലോകത്ത് ഗുണവാനും ധൈര്യവാനും സത്യസന്ധനുമായിട്ടുള്ള ആരാണ്? ഒന്ന് പറയാമോ? പത്നി ഉടൻ തന്നെ പറയുന്നു, സംശയം എന്തെന്നാണ്, സീതയല്ലാതെ രാമനല്ലാതെ മറ്റാരാണ്? സീത അപ്പോഴും ചോദിക്കുന്നു, ഈ രാമനാണോ എന്റെ ഭർത്താവ്? ഈ രാമനാണോ പത്നി പറയുന്ന സത്യസന്ധനായിട്ടുള്ള മനുഷ്യൻ? ശക്തിയുക്തം കാര്യങ്ങൾ പറയുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന സീതയാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആശാൻ അത് ഉപസംഹരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം ആധുനിക ഇതുമായി താരതമ്യപ്പെടുത്തിയിട്ടാണ്. ഇന്നത്തെ സ്ത്രീകൾക്കുണ്ടാകുന്ന പീഡനങ്ങളും മറ്റുമൊക്കെ തന്നെ പുരുഷ മേധാവിത്വത്തിൻ്റെതാണ്. ആശാന്റെ സീതമാർ ഉണ്ടായി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പീഡനങ്ങളും ഇങ്ങനെയുള്ള അടിമത്വവും ഒന്നും ഉണ്ടായില്ല. ഇപ്പോ അനുഭവപ്പെടുന്ന ഈ പീഡനങ്ങൾ പൊട്ടിച്ച് എറിയാൻ, ഇല്ലാതാക്കാൻ ആശാന്റെ സീതമാർ ഇനി ഇവിടെ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. ഞാൻ കൂടുതലായി പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പറയാൻ എനിക്ക് ചണ്ടാല വിശുദ്ധിയിൽ നമുക്കിപ്പോ ഒരു വലിയ വിഷയം ഇവിടെ മുന്നിൽ ഉണ്ടായിരിക്കുന്നത്. ഷട്ടിട്ട് അമ്പലത്തിൽ കയറണമോ
വേണ്ടയോ എന്നുള്ള വിഷയം ആശാൻ പണ്ട് ചർച്ച ചെയ്തിരുന്നു. ചിന്ത, അതായത് ചണ്ടാലഭിഷിയും പ്രസേനജിത്ത് രാജാവിനോട് ബുദ്ധൻ ചോദിക്കുന്നുണ്ട്, മാതങ്കിയെ ഇവിടെ അന്തേവാസിയാക്കിയിരുന്നു. ആനന്ദ ഭിക്ഷുവിന് ജലം കൊടുത്ത മാതങ്കി എന്ന് പറയുന്ന ചണ്ടാലിയെ ശ്രാവസ്തിയിലെ ആശ്രമത്തിൽ അന്തേവാസിയാക്കിയിരിക്കുന്നു. അപ്പോൾ അവിടെ സമൂഹം ഇളകിയാടി പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി. കാരണം ചണ്ടാലിയായ മാതങ്കിയെ ബുദ്ധൻ മറ്റ് ഭിക്ഷുക്കളോടൊപ്പം തന്നെ ബുദ്ധന്റെ ആശ്രമത്തിൽ അന്തേവാസിയാക്കി കഴിഞ്ഞിരിക്കുന്നു. അവളെ ഇറക്കിവിടണം. അങ്ങനെയാണ് പ്രസേനജിത്ത് രാജാവ് ആശ്രമത്തിലെത്തുന്നത്. ആ പ്രസേനജിത്തിനോട് ബുദ്ധ വിശ്വാസിയായിട്ടുള്ള പ്രസേനജിത്തിനോട് ശ്രീബുദ്ധൻ പറയുന്ന ഒരു വാചകം, അല്ലയോ രാജാവേ, ബുദ്ധനാണ് പറയുന്നത്, നമ്മളെ മൂഢർക്ക് ഇന്നത്തെ അബദ്ധം നാളത്തെ ആചാരമാണ്. മൂഢർക്ക് ഇന്നത്തെ അബദ്ധം നാളത്തെ ആചാരമാണ്. നാളത്തെ ആചാരം പിന്നെ അവർക്ക് ശാസ്ത്രമാണ്. അതുകൊണ്ട് രാജാവ് മറ്റുള്ള ആൾക്കാരെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിച്ച് അവരെ ബോധവൽക്കരിക്കുക എന്ന് പറഞ്ഞ് പ്രസേനജിത്തിനെ അവിടെ നിന്ന് പറഞ്ഞയക്കുകയാണ്. ഇന്നത്തെ ഈ ചർച്ചാ വിഷയങ്ങൾ നമ്മൾ നോക്കുമ്പോൾ വളരെ മുമ്പ് ആശാൻ എഴുതിയ ചണ്ടാലഭിഷിയിൽ ഇതുണ്ട് എന്നുള്ളതാണ്. ആശാന്റെ കവിതകൾ വളരെ മാസ്മരങ്ങളാണ്. ജനഹൃദയങ്ങളിലേക്ക്, അവരുടെ അകത്തളങ്ങളിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു സ്പിയർ കുന്തം ആയി. ആശാൻ ഒരു സാമൂഹിക വിപ്ലവകാരിയെ 51 വയസ്സ് ആകുമ്പോൾ 1924 ജനുവരി 16-ാം തീയതി റെഡിമേർ എന്ന് പറയുന്ന ഒരു ബോട്ടിൽ, കൊല്ലത്ത് നിന്നും ആലപ്പുഴയിലേക്ക് പോകുന്ന ആ ബോട്ടിൽ ആശാൻ പഴയനയാറ്റിൽ വെച്ച് ആ ബോട്ട് മറിയുകയും ആ ദുരന്തത്തിൽ ആശാൻ മരിക്കുകയും ചെയ്തു. അവിടെ ആശാനെ അടക്കം ചെയ്തിട്ടുണ്ട്. ഇന്നത് കുമാരക്കൂടി എന്ന അറിയപ്പെടും. ആ കുമാരക്കൂടിയിൽ നിന്നും ആ ശബ്ദം വീണ്ടും കേൾക്കുന്നു, മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയം, അല്ലെങ്കിൽ മാറ്റി മതകളിൽ നിങ്ങളല്ല. ആശാന്റെ അനുസ്മരണ പ്രഭാഷണം ഞാനിവിടെ പറയാൻ ഇനിയുമുണ്ട്. കൃതികളെ കുറിച്ചൊക്കെ ഇനിയും ഒരുപാട് കൃതികളെ കുറിച്ച് എനിക്ക് പറയാനുണ്ട്. സമയം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും എന്റെ നമസ്കാരം ഒരിക്കൽ കൂടി പറഞ്ഞു.